ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെയ് 4 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെണ്ണൽ ഇന്ന് തുടങ്ങിയാണ്. ഇന്നറിയാം റിസൾട്ട്. കേരളം ഇനി ആരങ്ങോട്ട് ഭരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. 10 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് അധികാരത്തിലെത്തുമോ അല്ലെങ്കിൽ CPM തന്നെ തുടർഭരണം സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഇന്നാണ് ആ വോട്ടെണ്ണൽ ദിവസം, മെയ് 4. പി ചന്ദ്രശേഖരനെ വധിച്ച ദിവസം കൂടിയാണ് ഇന്ന്. അതിനു മുന്നേ വോട്ടെണ്ണൽ നമുക്ക് TV ഇരുന്ന് ഇങ്ങനെ കാണാം. നല്ല സുഖമുള്ള പരിപാടിയല്ലേ. സുജയ പാർവതിയും അരുൺകുമാറും ഇവരെല്ലാം ഇങ്ങനെ എന്ത് പറയുന്നു നമുക്ക് നോക്കാം. രാവിലെ തന്നെ എത്തിയതാണ്. ഒരു കാര്യം ചെയ്യും, ഇന്ന് പോയിട്ട് കുറച്ച് പന്നിയിറച്ചി മേടിക്കണം. നല്ല പോർക്കിറച്ചി ഫ്രഷ്. കണ്ടകശ്ശേരി പോയാൽ നല്ല ഫ്രഷ് പോർക്കിറച്ചി കിട്ടും. അത് മേടിച്ചിട്ട് കൊടുക്കാം. അത് വീട്ടിൽ നിന്ന് ഇങ്ങനെ വെച്ച് അമ്മ റെഡിയാക്കി തരും. അപ്പോൾ അതെല്ലാം തിന്ന് വീട്ടിലിരുന്ന് നമുക്ക് വോട്ടെണ്ണെല്ലാം കണ്ട് ഇങ്ങനെ ഇരിക്കാതിൻ്റെ പരിപാടിയിലാണ് ഇന്ന് ലീവ് എടുത്ത് വന്നത്. ഏതായാലും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എട്ട് മണിയാകുമ്പോഴത്തേക്ക് വോട്ടെണ്ണൽ സ്റ്റാർട്ട് ചെയ്യും. TV പരിപാടി ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. എല്ലാവരും വന്ന് VM വിനും ടീമെല്ലാം ഇങ്ങനെ ഏഷ്യാനെറ്റിൽ നിന്ന് തകർക്കാൻ തുടങ്ങുന്നുണ്ട്. നമുക്ക് നോക്കാം. മൊത്തം 140 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് എത്ര, UDF എത്ര, NDA എത്രയെന്ന് നമുക്ക് നോക്കാം. ഏതായാലും പാലക്കാട്, നേമം ഇതെല്ലാം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളാണ്. അതുപോലെ കണ്ണൂരിൽ കുറേ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കും. ഇതെല്ലാം നമുക്ക് ഇപ്രാവശ്യം ഇന്ന് കണ്ടറിയാം. അതിൻ്റെ ഇടയ്ക്ക് അമ്മ കട്ടൻ ചായ തന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് കട്ടൻ ചായ കൊടുക്കട്ടെ. ആണ് ഞാൻ ഒരു പന്നിയിറച്ചി മേടിക്കാൻ പോകുന്നത്. നമുക്ക് ബൈക്ക് എടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ, പന്നിയിറച്ചി മേടിക്കാൻ. അങ്ങനെ നമ്മളവിടെ എത്തി ഒരു 1.5 കിലോ പന്നിയിറച്ചി മേടിച്ചു. പന്നിയിറച്ചിക്ക് 1.5 കിലോന് 540 രൂപ. അപ്പോൾ കിലോന് 360 രൂപയായി. നിങ്ങളുടെ നാട്ടിലെല്ലാം എത്രയാണ് പന്നിയിറച്ചിക്ക് വില ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പോകുന്ന പോക്ക് ഒരു പാക്കറ്റ് പാലും പിന്നെ അതിൻ്റെ അകത്തിടാൻ്റെ മീറ്റ് മസാല മേടിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് പന്നിയിറച്ചി അങ്ങനെ വീട്ടിൽ കൊടുത്ത് നമ്മളതിൻ്റെ അന്ന് ഇത്ര പൊടിയുണ്ട്, 1.5 കിലോ പന്നിയിറച്ചി. അത് ഏതായാലും അവർ കഴുകി റെഡിയാക്കി വെക്കട്ടെ. ഞാൻ ഏതായാലും പോയിട്ട് ഒന്നും കൂടി ന്യൂസ് നോക്കട്ടെ എന്തായി അവസ്ഥ. കേവലം ഇനി 8 മിനിറ്റുകൾ മാത്രമാണ് വോട്ടെണ്ണാൻ. 8 മിനിറ്റ് ആണ്. ഏഷ്യാനെറ്റിലെ വിനോദി ജോൺ. അങ്ങനെ എല്ലാവർക്കും വോട്ടെണ്ണാൻ തുടങ്ങിയത് കളമശ്ശേരി മാത്രം വോട്ടെണ്ണാൻ തുടങ്ങിയില്ല. അവിടെ ചാവി കിട്ടിയില്ല പോലും. ചാവി കാണുന്നില്ല. ചാവി എവിടെയാണ് കൊണ്ട് വെച്ചവര്? ചാവിയോടെ കൊണ്ടുപോയടാ. തപാൽ വോട്ടുകളാണ്. തപാൽ വോട്ട്, പോസ്റ്റൽ വോട്ട്. 66 UDF, 47 LDF, 3 NDA. അങ്ങനെ വോട്ടെണ്ണൽ തകർത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് നമുക്ക് പോയിട്ട് പല്ലെല്ലാം തേച്ച് ചായലും കുടിക്കാം. ഓക്കെ, അങ്ങനെ പല്ല് തേപ്പും പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ചായ കുടിക്കാം. പോയിട്ട് ചായ ഒന്ന് ആക്കി നോക്കട്ടെ. താഴെ അമ്മ എന്താ ചായ ആക്കി നോക്കട്ടെ. ഇതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തൃശ്ശൂരിൽ നിന്നും വയനാട്ടിൽ നിന്ന് കൊല്ലത്ത് നിന്ന് എല്ലാം ചായ നാക്കിനി. ചായ, ദോശ, ചമ്മന്തി.
വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഒരിക്കൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ജയിച്ചതല്ലാതെ ആ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം UDF അനുകൂലമായി തിരിയാത്ത മണ്ഡലമാണ്. അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് UDF തരംഗമാണ്. 90 സീറ്റും 45 സീറ്റ് UDF 90 സീറ്റ്, LDF 45 സീറ്റ്, NDA 5 സീറ്റ്. ഏകദേശം VD സതീശൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഡസൻ മന്ത്രിമാർ തോൽവിയിലേക്ക് പോവുകയാണ്. അതിൽ തന്നെ മെയിനായിട്ട് കാണാൻ പറ്റുന്നത് കളമശ്ശേരിയിലെല്ലാം P രാജീവെല്ലാം പുറകിലേക്ക് പോയിട്ടുണ്ട്. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിലേക്ക് പോയിട്ടുണ്ട്. അത് എബിമാർക്ക് പറഞ്ഞ പോലെ തന്നെ കേട്ടോ. എബിമാർക്ക് എന്ന് പറഞ്ഞില്ലേ, കളിപ്പറമ്പിൽ അങ്ങനെ നേരെ പകുതിയേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനെക്കാട്ടിയും നേരെ പകുതിയേ ഉള്ളൂ. അങ്ങനെ 89 UDF. തൃക്കരിപ്പൂർ സന്ദീപ് വാര്യരുടെ മുന്നിലെത്തി. 1821 വോട്ടിന് ഇപ്പം മുന്നിലില്ലേ. കഴിഞ്ഞ തവണ 3700 വോട്ടിന് ഇവിടെ പിണറായി വിജയൻ ലീഡ് ചെയ്തതാണ്. അവിടെ ഇപ്പോൾ 733 വോട്ടിന് അബ്ദുൾ റഷീദ് ലീഡ് ചെയ്യുന്നു. അങ്ങനെ സജി ചെറിയാൻ, റിയാസ്, രാജു, ഇത്രയാണ് മാത്രമേ മന്ത്രി രാജൻ. തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമത്ത് നോർത്ത് പറവൂർ സതീശൻ കുറച്ച് പിന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം വീണ്ടും കയറിയിട്ടുണ്ട് VD സതീശൻ. പിന്നെ നിൽക്കുന്ന മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറമെ P പ്രസാദ്, റോഷി അഗസ്റ്റിൻ, VN വാസവൻ, R ബിന്ദു, KV ഗണേഷ് കുമാർ, P രാജീവ്. ഇപ്പം നിലവിലെ കണ്ടീഷൻ വെച്ച് തളിപ്പറമ്പിൽ PK ശ്യാമള പിറകിലേക്ക് പോയിട്ടുണ്ട്. പാലക്കാട് പിഷാരടി പിറകിലേക്ക് പോയിട്ടുണ്ട്. VD സതീശൻ പറഞ്ഞത് തന്നെ ഒരു ഡസൻ കണക്കിന് മന്ത്രിമാർ ഇപ്പം പിറകിലായി. ഏകദേശം 14 മന്ത്രിമാർ പിറകിലാണുള്ളത്. അത് തമിഴ്നാട്ടിൽ വിജയ് കത്തിക്കേറി വരുന്നുണ്ട്. ഇത് മങ്ങിയർത്തിന് നെയ്യെടുത്ത ഭാഗമാണ്. ആ തോലാണിത്. നല്ല നെയ്യുണ്ടാകും, പക്ഷെ എന്നാൽ നല്ല ടേസ്റ്റ്. അങ്ങനെ നമ്മളെ പന്നിയിറച്ചി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. റെഡി ആയിട്ടല്ല, മസാല പിടിച്ചല്ലേ അമ്മേ. അധികാരത്തിലേക്ക് വരികയാണ് എന്നുള്ള ആവേശം അടികൾക്കുണ്ട്. 99 സീറ്റിൽ UDF ലീഡ് ചെയ്യുകയാണ്. സെഞ്ചുറി അടിക്കും എന്ന് VD സതീശൻ അവിടെ എത്തിയോ? കേൾക്കുന്നത് കാത്തിരിക്കുന്ന കാര്യമാണ്. എത്ര മന്ത്രിമാർ തോൽക്കും, എത്ര പേർക്ക് ഈ സുനാമിയെ അതിജീവിക്കാൻ കഴിയും, അതാണിപ്പോൾ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 60% വോട്ടെണ്ണി കഴിഞ്ഞു. ഇപ്പം UDF 100 സീറ്റും CPM ഏകദേശം 39 സീറ്റ്, NDA 1 സീറ്റ് നേടിയിരിക്കുകയാണ്. അങ്ങനെ തുടർഭരണം അവസാനിച്ചും എന്ന ഒരു തുടർഭരണം ഏതായാലും ഉണ്ടാവില്ല. പുതിയ ഭരണം കോൺഗ്രസിലെ അധികാരത്തിലെത്തുമെന്ന് വിചാരിക്കാം. വോട്ടെണ്ണൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പയ്യന്നൂരും കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ലീഡ് നേടുന്നുണ്ട്. അതുപോലെ തന്നെ തളിപ്പറമ്പ് ഗോവിന്ദ മാസ്റ്റർ ലീഡ് നേടിയിട്ടുണ്ട്. പിണറായി വിജയൻ ധർമ്മടത്ത് പിറകിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ മാറ്റം സംഭവിക്കാൻ ഇപ്പം കാണുന്നുണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കുന്നതിന് നമുക്ക് കണ്ടത്. ഏകദേശം CPMൻ്റെ ഉരുക്കു വോട്ടുകളെല്ലാം തന്നെ ഇങ്ങനെ എന്താ പറയുക ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. ഇത് ഭരണത്തിൻ്റെ എതിർവികാരം തന്നെയായിരിക്കും. ഏകദേശം തിരഞ്ഞു പിടിച്ചിട്ട് ആക്രമിക്കുന്നത്. ഇപ്പം അങ്ങനെയാണ്. പിന്നെ നമ്മളെ സുമേഷൊന്നും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ഇപ്പം മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു ഇതും സംഭവിച്ചില്ല. പക്ഷേ നമുക്കറിയാം ഭരണം
നല്ല ഭരണം കാഴ്ചവെക്കാൻ പറ്റാത്തവർക്കെല്ലാം ഏകദേശം നല്ല രീതിയിൽ തന്നെ അടി കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം. കാഴ്ചയാണ്. നിശ്ചയമായിട്ടും അത് സംഘബദ്ധമായി തന്നെ മുന്നോട്ട് പോയാൽ UDF ജനങ്ങളോടുള്ള ബഹുമാനം. അങ്ങനെ വോട്ടെണ്ണൽ തകൃതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ പന്നിയിറച്ചി വെച്ചത് എന്തായി നോക്കാം നമുക്ക്. അങ്ങനെ ഇവിടെ അമ്മ പന്നിയിറച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇറച്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിയിലാക്കിയിട്ടാണ് ഉണ്ടാക്കി വെച്ചത്. ഏതായാലും ഇതും കൂട്ടി ചോറ് തന്നെ. UDFന്റെ വിജയം വീണാജോർജിന്റെ MLA ഓഫീസിന് താഴെ അരുന്ധക്കി MLA എന്ന ബോർഡ് കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. 6 റൗണ്ടുകളിൽ പിന്നിൽ പോകേണ്ടി വന്ന അവസ്ഥയും അതിദയനീയമായ ഒരു കാഴ്ചയാണ്. അദ്ദേഹം ചിലപ്പോൾ അവസാനം കടന്നുകൂടുമായിരിക്കും, ഭൂരിപക്ഷം കുറഞ്ഞാണ് എങ്കിലും. പക്ഷേ CPM മാറിക്കഴിഞ്ഞു. കേരളത്തിൽ CPM അധികാരത്തിലിരിക്കുമ്പോൾ കേന്ദ്ര നേതൃത്വത്തെക്കാൾ മുകളിലായിരുന്നു പിണറായി വിജയൻ. PMC അടക്കമുള്ള പദ്ധതികളിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ നിലപാടിന് വിരുദ്ധമായി നിലപാടെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമുണ്ടായി. അങ്ങനെ വോട്ടെണ്ണൽ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഇപ്പം ഏകദേശം 1 മണി 1:20. ഇനി നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാം. ഉൾപാർട്ടി അഴിമതി, ഉൾപാർട്ടി സ്വജന പക്ഷപാതം എല്ലാത്തിനുമെതിരെയുള്ള മറുപടിയാണ്. 12,000 വോട്ടിന് ലീഡാണ്. നിങ്ങളെ ഇതെല്ലാം വേണ്ടി ഇനി പിന്നെ ഇന്നാന്നുള്ളത് കാരണം കോൺഗ്രസിന്റെ കോട്ട. കുഞ്ഞികൃഷ്ണൻ എന്ന ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ടിലെ കൃത്രിമം വെളിയിൽ കൊണ്ടുവന്ന ആ കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് ഇപ്പം മൂന്നാളുണ്ട് അങ്ങനെ കഴിക്കുന്നത്. ഇനി ബാലഗോപാല് വിജയിക്കുമായിരുന്നില്ല, സാധ്യതയുണ്ട്. അതോടെ അല്ലെങ്കിൽ പിന്നെ ശിവൻകുട്ടി ജയിക്കും. അതെ. വോട്ട് ഏതാണ്ട് കേരളത്തിൽ ചാത്തന്നൂർ BJP അധികാരത്തിൽ BJP MLA വന്നിരിക്കുകയാണ്. അങ്ങനെ BJP ഒരു അക്കൗണ്ട് തുറന്നു. ഇതുവരെ ആരും പ്രതീക്ഷിച്ചില്ല. ചാത്തന്നൂർ തന്നെ നിയമസഭാ മണ്ഡലത്തിൽ ആരും ഇങ്ങനൊരു പ്രതീക്ഷ വെച്ചില്ല. രാജേന്ദ്രനെ പരാജയപ്പെടുത്തി BB ഗോപകുമാർ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ചാത്തന്നൂരിൽ താമര വിരിഞ്ഞിരിക്കുന്നത്. കണക്കനുസരിച്ച് ചിറയൻകീഴ് അട്ടിമറി ജയമാണ് UDF VS2 മണ്ഡലം നിലനിർത്തി 2895 വോട്ടിന്. വീണ്ടും ഒരു നിമിഷം അഴീക്കോട് വീണ്ടും ഡ്രാമാറ്റിക് ആയിട്ടുള്ള 181 വോട്ടിന് അഴീക്കോട് ഏഷ്യയും മുന്നിൽ സുമേഷ് വീണ്ടും തിരിച്ചു കയറുന്നു. മാത്രമല്ല ന്യൂനപക്ഷ മേഖലയിലെ വോട്ടുകളുടെ ഏകീകരണം LDF പ്രദേശിൽ ആ വോട്ടുകളുടെ ഒരു നിശ്ചിത ശതമാനം ശബരിനാഥനും കൂടി കിട്ടിയതോടുകൂടിയാണ് വീണ്ടും നിയമം അക്കൗണ്ട് മാത്രമാണ്. മറ്റെല്ലാവരും ജയിച്ചു. മിഥുൻ സദാനന്ദൻ ചെയ്യുന്നു. മിഥുൻ ആ 8 ബൂത്തുകൾ എണ്ണി കഴിയുമ്പോൾ ജയിക്കുന്നു ബാലഗോപാൽ, തോൽക്കുന്നു ഐഷാപൂജ്. ജയിച്ചു 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 ജയിച്ചു. ഔദ്യോഗികമായ ഡിക്ലറേഷൻ വേണ്ടത് കാത്തിരിക്കുകയാണ്. നമ്മൾ മാത്രമേ ഞങ്ങളുടെ ടീം UDF ഉജ്ജ്വലമായ വിജയം